സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും ഒരു സങ്കടമുള്ള വാർത്തയാണ് സംസാരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ഈ അടുത്ത് നമ്മൾ കേട്ടത്. അതെ. ദിൽഷാന, ഒരു 19 വയസ്സുകാരി ഒരു റോഡപകടത്തിൽ മരിച്ച ആ ഒരു സംഭവം. അപ്പോൾ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്, കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ചിട്ട്. ശരിയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇത് കേരളത്തിലെ റോഡ് സുരക്ഷയെക്കുറിച്ചും പിന്നെ ഈ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാൽനടയാത്രക്കാരുടെ കാര്യം. അവരുടെ സുരക്ഷ പലപ്പോഴും ഒരു വിഷയമല്ലാതാവുന്നുണ്ടോ എന്ന് തോന്നും. അതെ. അപ്പോൾ ആദ്യം ആരായിരുന്നു ദിൽഷാന? കമ്പളക്കാട് പുത്തൻതൊടുക ഹാഷിമിന്റെ മകളാണ്. 19 വയസ്സ്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്നു. 2ാം വർഷ BSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിയാണ്. അതെ. സംഭവം നടന്നത് ശനിയാഴ്ച രാവിലെയാണ്. ഒരു 7:20 ആ സമയത്ത്. രാവിലെ തന്നെ? അതെ. കൽപ്പറ്റ മാനന്തവാടി സ്റ്റേറ്റ് ഹൈവേ. അവിടെ പള്ളിമുക്കിനും കമ്പളക്കാടിനും ഇടയിൽ വീടിന്റെ അടുത്താണ്. പാല് വാങ്ങിക്കാൻ വേണ്ടി റോഡരികിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ക്രൂയിസർ ജീപ്പ് നിയന്ത്രണം വിട്ടുവന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മാനന്തവാടിക്ക് പോവുകയായിരുന്ന ഒരു കുടുംബം സഞ്ചരിച്ച വണ്ടിയാണല്ലേ? അതെ അതെ, ആ വാഹനമാണ് ഇടിച്ചത്. പോലീസ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ്. അതാണ് അപകട കാരണമെന്ന്. അതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ അവിടെയാണ് ചില കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നത്. കാരണം അപകടം നടക്കുന്നതിന് തൊട്ടുമുമ്പ് റോഡരികിൽ വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ പൈപ്പുകൾ. അതെ, ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഇറക്കിവെച്ച വലിയ പൈപ്പുകൾ. അതിൽ ഈ വാഹനം ആദ്യം ഇടിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണ്. ആ പൈപ്പിൽ ഇടിച്ച ശേഷം പിന്നെയാണ് നിയന്ത്രണം മുഴുവനായി പോയി ദിൽഷാനെ ഇടിക്കുന്നത്. ഏകദേശം ഒരു 30 മീറ്ററോളം മുന്നോട്ടു പോയാണ് വണ്ടി നിന്നത്. വണ്ടിയുടെ മുൻഭാഗത്തെ ഇടതാക്സിൽ ഒടിഞ്ഞുപോയെന്നും പറയുന്നുണ്ട്. അപ്പോ ഇടിയുടെ ആഘാതം അത്രയ്ക്കുണ്ടായിരുന്നു. അതെ. കുട്ടിയെ ഉടനെ കൽപ്പറ്റയിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. വളരെ ദാരുണമായിപ്പോയി. പോസ്റ്റ്മോർട്ടം വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നു. പിതാവ് ദുബായിലായിരുന്നു. അദ്ദേഹം രാത്രി എത്തിയ ശേഷമാണ് ഖബറടക്കം നടന്നത്. ഒരുപാട് പേര് വന്നിരുന്നു, സഹപാഠികളും ടീച്ചേഴ്സും നാട്ടുകാരും ഒക്കെ. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ഭാഗം നമ്മൾ കേൾക്കേണ്ടത്. അവര് പറയുന്നത് ഇതൊരു ഡ്രൈവറുടെ ഉറക്കം തൂങ്ങൽ മാത്രമായിട്ട് കാണാൻ പറ്റില്ല എന്നാണ്. എന്താണ് അവരുടെ പ്രധാന വാദങ്ങൾ? 1. വണ്ടിക്ക് നല്ല വേഗതയുണ്ടായിരുന്നു, അമിത വേഗത. അതിന് CCTV ദൃശ്യങ്ങളുണ്ട് എന്നും പറയുന്നു. പിന്നെ പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്നത് റോഡിന്റെ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ആ പൈപ്പുകൾ. സംസ്ഥാന പാതയുടെ അരികിൽ, അതും വീതി കുറഞ്ഞ ഭാഗത്ത്, കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അത്രയും വലിയ പൈപ്പുകൾ ഇറക്കി വെച്ചത്. അതെ, അത് അപകടം ക്ഷണിച്ചു വരുത്തിയെന്നാണ് അവർ പറയുന്നത്. കാരണം ആ പൈപ്പിൽ ഇടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ നിയന്ത്രണം കിട്ടിയേനെ. അപ്പോ ഈ പൈപ്പുകൾ അവിടെ യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ഇറക്കിവെച്ച കരാറുകാരും അതിന് അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥരും ഇതിൽ ഉത്തരവാദികളാണ് എന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആരോപണം. അതോടൊപ്പം വേറൊരു കാര്യം പറയുന്നുണ്ടല്ലോ, റോഡരികിലെ കാട്. ഉണ്ട്. റോഡരികിൽ കാട് പിടിച്ചു കിടക്കുന്നത് കാരണം യാത്രക്കാർക്ക് റോഡിൽ നിന്ന് ശരിക്കും ഓരം ചേർന്ന് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ. അപ്പൊ അതും ഒരു ഘടകമായി. തീർച്ചയായും. ഇതെല്ലാം കൂടിച്ചേർന്നൊരു സാഹചര്യമാണ് അവിടെ അപകടത്തിന് വഴിവെച്ചത് എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഡ്രൈവറുടെ പിഴവ് എന്ന് പോലീസ് പറയുമ്പോഴും അമിതവേഗത, റോഡരികിലെ ഈ പൈപ്പുകൾ, കാട്, പിന്നെ കാൽനട യാത്രക്കാർക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം കാരണമായി എന്നാണ് വാദം. ശരിയാണ്. ഇത് അടിസ്ഥാനപരമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അത് റോഡ് പണിയായാലും പൈപ്പിടുന്നതായാലും, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? അതെ. കരാറുകാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ? മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമില്ലേ? ഇതിനൊക്കെ ഒരു ഉത്തരം വേണ്ടേ? വേണം. കാരണം ഇനിയൊരു ജീവൻ ഇങ്ങനെ പോവാതിരിക്കാൻ അത് അത്യാവശ്യമാണ്. അതെ. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്? ദിൽഷാനയുടെ മരണം അതൊരൊറ്റപ്പെട്ട അപകടം എന്നതിലുപരി പല ഘടകങ്ങൾ ചേർന്ന ഒന്നാണ്. ഡ്രൈവറുടെ പിഴവുണ്ടാകാം, പക്ഷെ അതോടൊപ്പം അമിത വേഗത, റോഡിലെ അപകടകരമായ സാഹചര്യം, അതായത് ഈ പൈപ്പുകളും കാടും, കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ, പിന്നെ ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടവരുടെ ഒരു ശ്രദ്ധക്കുറവ്, ഇതെല്ലാം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പിഴവല്ല,
ഒരു സിസ്റ്റത്തിന്റെ തന്നെ പരാജയമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. തീർച്ചയായും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആരുടെ ജീവനും സുരക്ഷയ്ക്കും നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ കാൽനട യാത്രക്കാർ പോലുള്ള ദുർബലരായ ആളുകളുടെ കാര്യത്തിൽ. അതെ. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ നാട്ടിലെ റോഡുകൾ, നടപ്പാതകൾ, അതിന്റെയൊക്കെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സാധാരണക്കാരുടെ, വഴി നടക്കുന്നവരുടെ, കുട്ടികളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.